ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളെ മൈ ക്രോച്ചറ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു ഹാർട്ടാണ് ചെയ്യണത്. അതിനാദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റും റെഡും യാണാണ്. 3.5 mm ഹുക്കും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് നമ്മൾ റെഡ് യാണ് വെച്ചിട്ട് ഒരു മാജിക് റിങ് ഉണ്ടാക്കുക. എന്നിട്ട് 3 ചെയിൻസ് ചെയ്യുക. മാജിക് റിങ്ങിൽ 3 ചെയിൻസ് ഇട്ടിട്ട് 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ 1 2 3 ദെൻ ഇനി ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി 2 തവണ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് യാണ മാജിക് റിങ്ങിനുള്ളിലൂടെ എടുത്ത് ആദ്യത്തെ 2 ചെയിൻ, ദെൻ സെക്കൻഡ് 2, ദെൻ സെക്കൻഡ് 2. അങ്ങനെ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യയാണ് ഇവിടെ ചെയ്യണത്. സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ, ദെൻ തേർഡ്. അങ്ങനെ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി 3 ഡി സി ചെയ്യുക. 4 ഡി സി 1 2 3 4. അങ്ങനെ ആദ്യം നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും 4 ഡബിൾ ക്രോഷ്യ, ദെൻ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് അങ്ങനെ കഴിയും. നമ്മൾ സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു, തേർഡ് വൺ, ദെൻ ഫോർത്ത്. ഓക്കെ, ഇനി നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ സെയിം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് ചെയ്യണത്. അപ്പം 3 ട്രിപ്പിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. ഫസ്റ്റ് വൺ, സെക്കൻഡ്, then third. ഓക്കെ, അങ്ങനെ നമ്മൾ ആദ്യം മാജിക് റിങ് ഉണ്ടാക്കി 3 ചെയിൻസ് ഇട്ടു, 3 ട്രിപ്പിൾ ക്രോഷ്യ, 4 ഡബിൾ ക്രോഷ്യ, ദെൻ 1 ട്രിപ്പിൾ ക്രോഷ്യ, ദെൻ 4 ഡബിൾ ക്രോഷ്യ, ദെൻ 3 ട്രിപ്പിൾ ക്രോഷ്യ. ഇനി 2 ചെയിൻസ് ഇട്ടിട്ട് എസ് ഇട്ടിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്യാം. 1 2 ചെയിൻ ഇട്ടു, നമ്മൾ സെൻറ്ററിലേക്ക് എസ് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ ചെയ്ത് ആ റൗണ്ട് നമ്മൾ എൻഡ് ചെയ്തു. അങ്ങനെ കുഞ്ഞ് ഹാർട്ടായി നമുക്ക് കിട്ടി. ദെൻ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആ 3 ചെയിനിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2. ഇനി നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യയിൽ 3 ഡി സി ചെയ്യുക. എത്ര? 3. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യയിൽ ഇത് ചെയിൻ സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3. ഓക്കെ, ദെൻ നമ്മൾ സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യയിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. നമ്മൾ സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യൻ്റെ ചെയിൻ സ്പേസിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ. 1 2 3. ഇനി വരുന്ന നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ 3 ഡി സി ചെയ്യാം. 3 ഡബിൾ ക്രോഷ്യ. 1 2 3. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ചെയിൻസിൽ 1 ഡി സി വെച്ചിട്ട് 4 ഡി സി ചെയ്യാം. നെക്സ്റ്റ് ചെയിനിൽ 1 ഡി സി, നെക്സ്റ്റ് 1 ഡി സി, 2 സെക്കൻഡ് ഡി സി, സെക്കൻഡ് ഡി സി ചെയ്യുക. ദെൻ തേർഡ് ഡി സി, ഫോർത്ത് ഡി സി.
ഇനി നമ്മൾ ആ 1 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ചെയിൻ സ്പേസിൽ 1 ഡബിൾ ക്രോഷ്യ, ദെൻ 1 ട്രിപ്പിൾ ക്രോഷ്യ ആൻഡ് 1 ഡബിൾ ക്രോഷ്യ. നമ്മൾ സെക്കൻഡായിട്ട് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. സെയിം ചെയിൻ സ്പേസിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി വരുന്ന നെക്സ്റ്റ് 4 ചെയിൻസിൽ നമ്മൾ 4 DC, അതായത് 4 ഓരോരോ DC വെച്ചിട്ട് 4 ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. സെയിം നമ്മളിപ്പോൾ ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ സെക്കൻഡ് DC ചെയ്തു, തേർഡ് DC, ഫോർത്ത് DC. ഇനി വരുന്ന നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ നമ്മൾ ചെയ്യേണ്ടത് 3 ഡബിൾ ക്രോഷ്യാണ്. 3 DC ചെയ്യാം. ഫസ്റ്റ് DC ആണ് നമ്മൾ ചെയ്യുന്നത്, ദെൻ സെക്കൻഡ് DC, ദെൻ തേർഡ് DC. ഇനി നെക്സ്റ്റ് ചെയിനിൽ സെയിം നമ്മൾ അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ 3 എണ്ണം ചെയ്യാം. അടുത്ത ചെയിനിൽ നമ്മൾ 3 DCയും ചെയ്യാം. ഓക്കെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അങ്ങനെ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ദെൻ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ എന്ത് ചെയ്യുക, 3 ഡബിൾ ക്രോഷ്യ. സെയിം നമ്മൾ കഴിഞ്ഞ മറ്റേ സൈഡിൽ ചെയ്ത പോലെ തന്നെയാണ് ഈ സൈഡിലും ചെയ്യുന്നത്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം. ഇനി നമ്മളവിടെ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചെയിൻ സ്പേസ് ഉണ്ടല്ലോ, ആ ചെയിൻ സ്പേസിൽ എന്ത് ചെയ്യുക, 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് നമ്മൾ ആ റൗണ്ട് ക്ലോസ് ചെയ്യുക, എസ് ഇട്ടിട്ട് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ബോർഡറിന് വേണ്ടിയിട്ട് വൈറ്റ് യാണ് യൂസ് ചെയ്യാണ്. വൈറ്റ് യാണ് ജോയിൻ ചെയ്തു. നമ്മൾ ബാക്ക് ലൂപ്പ് ചെയിൻസ് ആണ് ഇടുന്നത്. അപ്പോൾ ആദ്യം ഓരോ ചെയിനിൽ കൂടെ എടുത്തിട്ട് റിവേഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാധാരണ അങ്ങോട്ടാണ് ചെയ്യുക, തിരിച്ചാണ് നമ്മൾക്കിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ചെയിൻ സ്പേസിലും നമ്മൾ വൈറ്റിൽ റിവേഴ്സ് ചെയിൻസ് ഇടണം. ആ ഹോൾ ചെയിൻസിൽ നമ്മൾ റിവേഴ്സ് ചെയിൻസ് ഇട്ടിട്ട് എൻഡ് ചെയ്യും. ഓക്കെ, എല്ലാവർക്കും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓരോ ചെയിൻസിലും വൈറ്റ് യാണ് കൊണ്ട് റിവേഴ്സ് ചെയിൻസ് എസ് സി ഇടുകയാണ്, റിവേഴ്സ് എസ് സി. അങ്ങനെ നമ്മളെ ഹാർട്ട് ഏകദേശം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചെയിൻസിലൂടെ കറക്റ്റായിട്ട് യാണെടുത്ത് റിവേഴ്സ് എസ് സി ചെയ്ത് നമ്മൾ ഈ റൗണ്ട് എൻഡ് ചെയ്യും. ഓക്കെ, ഓരോ യാണിലും നമ്മൾ എസ് സി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിവേഴ്സ് എസ് സി ആണ്. നമ്മൾ ബാക്കോട്ടാണ് ചെയ്യുന്നത്, ഫ്രണ്ടിലേക്കല്ല. അങ്ങനെ ആ എൻഡിൽ വരെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് അവിടെ വരെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. എസ് സി ഇട്ടിട്ട് സ്റ്റോപ്പ്, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് സ്റ്റോപ്പ് ചെയ്യാം. ആ റൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാം.